महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु. പാപങ്ങളുടെയും ദുഷ്കൃതങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും മറ്റ് ആചാരങ്ങളും അനുഷ്ഠിച്ചതിന് ശേഷം ഹസ്തിനപുരയിലേക്ക് ഇവരെല്ലാവരും ചേർന്ന് ഭഗവാനോടുകൂടി എത്തി. എങ്കിലും ധർമ്മപുത്രരുടെ മനസ്സിൽ നിന്ന് അധർമ്മശങ്ക പരിപൂർണമായും ഒഴിഞ്ഞു പോയിരുന്നില്ല. മനുഷ്യർക്ക് പരാജയമുണ്ടാവാനുള്ള കാരണം മനുഷ്യരുടെ ഏകാന്തത്തിൽ പല ചിന്തകളുണ്ടാകും. അതിലെ മുഖ്യമായ ചിന്തയാണ് അദ്ദേഹം യുദ്ധത്തിൻ്റെ പേരിൽ നടത്തിയ ധർമാനുഷ്ഠാനം അധർമ്മമായിരുന്നു എന്ന ചിന്ത അദ്ദേഹത്തിൽ നിന്ന് ഭീഷ്മരുടെ ഉപദേശം കേട്ടിട്ട് പോലും അന്ത്യത്തിൽ ഭീഷ്മർ പറഞ്ഞത് 57ാമത്തെ രാത്രിയിൽ ആരംഭത്തിൽ ഭീഷ്മർ പറഞ്ഞത്, നിന്റെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള അധർമ്മം സംഭവിച്ചിട്ടില്ല. യുദ്ധം ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്നതായിരുന്നില്ല. അതിൽ എല്ലാവരും അവരവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അത് ദുർനിവാരമായ രീതിയിൽ എല്ലാവരുടെയും മേൽ ദൗർഭാഗ്യകരമായി വന്നു പതിക്കുകയായിരുന്നു. അത്തരമൊരു നിപാതത്തെ, ദൗർഭാഗ്യത്തിൻ്റെ ദുർനിരോധ്യമായ നിപാതത്തെ ആർക്കും തടുത്തു നിർത്താൻ സാധ്യമല്ല. തത്ര ദൈവമപരാധ്യതി, അവിടെ ആരെങ്കിലും ഒരു അപരാധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. അങ്ങനെ തോന്നിയാൽ, അല്ലാതെ മനുഷ്യർക്ക് അതിൽ ഒരു തരത്തിലുള്ള ഭാഗഭാഗിത്വവും ഇല്ലാത്തതിനാൽ സാധ്യമല്ലാതിരുന്ന ഒന്നിനെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, യുദ്ധം വന്നടുക്കുമ്പോൾ യുദ്ധം ക്ഷത്രിയരുടെ ധർമ്മവും കൂടിയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായ ഉപദേശം. ഇതുവരെയുള്ള തത്വചിന്തയുടെയും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും എല്ലാം ഉപദേശം യുദ്ധം നടത്തേണ്ടുന്ന അനിവാര്യമായ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ ചുമതലക്കാരനായ ക്ഷത്രിയൻ, ക്ഷതങ്ങളിൽ നിന്ന്, വ്രണങ്ങളിൽ നിന്ന്, ക്ഷയത്തിൽ നിന്ന് ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കേണ്ടുന്ന ക്ഷത്രിയൻ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഏറ്റവും അധാർമികമാണ്. അത് ദുഷ്കൃത്യമാണ്, പാപകരമാണ്, അസ്വർഗ്യമാണ്, അയശസ്കരമാണ്, അശുഭകരമാണ്. അതുകൊണ്ട് നീ ചെയ്ത യുദ്ധത്തിലും അതുമൂലമുണ്ടായ മനുഷ്യക്കുരുതിയിലും മനുഷ്യോന്മൂലനത്തിലും നിനക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല. നീ അതിൽ നിൻ്റെ ധാർമ്മികമായ പങ്ക് നിർവഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അല്ലയോ യുധിഷ്ഠിര നല്ലതുപോലെ മനസ്സിൽ ഉറച്ചുകൊണ്ട് നീ പിതൃപൈതാമഹമായ രാജ്യത്തെ ധാർമ്മികമായി അനുഭവിക്കുക എന്ന് പറഞ്ഞാണ് മരണത്തിലേക്ക് ഭീഷ്മർ നീങ്ങിയത്. സാർ, ഈ ധർമ്മപുത്രരെ ഈ യുദ്ധത്തിന് മുമ്പ് യുദ്ധം അധർമ്മമാണെന്നോ എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യണമെന്ന് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പറഞ്ഞത് ചെയ്യണമെന്ന് തന്നെയാണ്, പക്ഷേ യുദ്ധം അധർമ്മമാണെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അപ്പോൾ മനസ്സിലതായിരുന്നു. അത് ഈ ധർമ്മോപദേശങ്ങൾ ഇത്രയും ഭീഷ്മരുടെ കേട്ടിട്ട് യുദ്ധം ഒരിക്കലും സേവ്യമായ ഒരു കർമ്മമാണ്, സേവിക്കേണ്ടുന്ന സേവ്യമായ ഒരു കർമ്മമാണ് എന്ന് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നില്ല.
ഭഗവാൻ ഒരിക്കൽ ചക്രായുധത്തെ പ്രത്യക്ഷപ്പെടുത്തി ഇപ്പോൾ ഞാൻ എല്ലാം സംഹരിച്ച് കളയാമെന്ന് ചക്രായുധം പറഞ്ഞിട്ട് ചക്രായുധം പ്രയോഗിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടതാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയത് ധർമ്മപുത്രരാണ് അല്ലേ? അല്ലെങ്കിൽ അന്നേരം എല്ലാം തീർന്നേനെ. യുദ്ധത്തിന് 100% തയ്യാറായിരുന്നു ധർമ്മപുത്രർ. ആയിരിക്കുമ്പോൾ തന്നെ അത് ഈ മനുഷ്യരുടെ ഉന്മൂലനം ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാകയാൽ അതിനോട് അദ്ദേഹത്തിന് എത്ര കണ്ടത് ധാർമ്മികമാണെന്ന് വിചാരിച്ചുവോ അത്ര കണ്ട് തന്നെ അത് അധാർമികമാണെന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു. അപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ ചിന്തയുണ്ടായിരുന്നു. ഉണ്ട്. അത് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കൽ നീങ്ങിപ്പോയിട്ടില്ല. കാരണം ഈ അഹിംസ വലിയൊരു ധർമ്മപദ്ധതിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് വസ്തുതയുമായിരുന്നു. പക്ഷേ അഹിംസയുടെ പരിധി എവിടെ വരെയാണ്, ഹിംസ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർണയം വരുത്താൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനൊരു അനിർണീതത്വം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു. സാർ, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിലേ അദ്ദേഹം ഒരു പ്രാവശ്യം കൂടെ ചൂത് കളിക്കാനായിട്ട് ദുര്യോധനനെ വിളിച്ചുകൂടായിരുന്നു. അത് ഇതൊന്നും വേണ്ട, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അത് ചൂതിൽ അദ്ദേഹം സമർത്ഥനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ചൂതിൽ അതിനോട് താല്പര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ചൂതുകളിൽ വിദഗ്ധനല്ല എന്നറിയാം. പിന്നെ മാത്രമല്ല അത് ഈ സപ്തവ്യസനങ്ങളിൽ പെട്ടിട്ടുള്ളതായതുകൊണ്ട് രാജാക്കന്മാർ ഒഴിവാക്കേണ്ടുന്ന സപ്തവ്യസനങ്ങളിൽ പെട്ടിട്ടുള്ളതായതുകൊണ്ടാണ് അദ്ദേഹം അതിൽ വിദഗ്ധനാവാഞ്ഞത്. പിന്നെ കൊട്ടാരത്തിൽ എല്ലാവരും അത് പഠിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞിരിക്കാനുള്ള പഠനമാണ്. കാരണം ചൂതിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വ്യവഹാരം വന്നാൽ അത് പറഞ്ഞു കൊടുത്താൽ രാജാവിന് മനസ്സിലാവണം, മന്ത്രി ഇന്നിന്ന തരത്തിലാണ് കളിക്കേണ്ടിയിരുന്നത്, ഇപ്പം കളിക്കേണ്ട വിധത്തിൽ കളിച്ചില്ല എന്നാണ് പരാതി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചൂതുകളെ സംബന്ധിക്കുന്ന ശാസ്ത്രം വിഹാരജ്ഞാനം വേണം, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ നല്ല IAS-കാർക്ക് മന്ത്രിമാരെ കൊണ്ട് അബദ്ധത്തിൽ ചാടിക്കാവുന്നത് പോലെ മന്ത്രിക്ക് രാജാവിനെ കൊണ്ടുപോയി അബദ്ധത്തിൽ ചാടിക്കാം, വിഷയം അറിഞ്ഞുകൂടെങ്കിൽ. അപ്പം അങ്ങനെ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. എല്ലാ വിഷയത്തിലും സാമാന്യ പരിജ്ഞാനമെങ്കിലും ഇവർക്കുണ്ടാവും. ആ പരിജ്ഞാനമാണ് അദ്ദേഹം നേടിവെച്ചിരുന്നത്. അത് ചൂത് കളിക്കാനോ ചൂത് കളിച്ച് പണം സമ്പാദിക്കാനോ ചൂതുകളിയുടെ രസം അനുഭവിക്കാനോ അല്ല, ചൂതുകളിയുടെ സാങ്കേതികത്വം മനസ്സിലാക്കാൻ വേണ്ടി അത് അഭ്യസിച്ചു വെച്ചിരുന്നതാണ്. സപ്തവ്യസനങ്ങളെല്ലാം കുറേശ്ശെ ഇങ്ങനെ അറിഞ്ഞിരിക്കണം. അതെല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ കുറച്ചറിവ് എന്ന് പറയുന്നത് ഇല്ലാത്ത പോലെ. അതിനാണ് ഓരോന്നിനും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്. അപ്പം അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ആദിപജ്ഞാനം വേണ്ടേ? അതിന് കൊള്ളാം, അതിനാതെ പ്രയോഗിക്കാനുള്ള ഒരു സാമർഥ്യം കിട്ടുകയില്ല. ഇപ്പോൾ വൈദ്യശാസ്ത്രവും പഠിച്ചിരിക്കും, കാരണം വൈദ്യൻ കളിപ്പിക്കരുത്. വൈദ്യൻ എന്നിട്ട് ഇന്ന മരുന്നിന് ഇന്ന ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗുണം അതിനുണ്ടാവാൻ സാധ്യതയില്ല എന്ന് രാജാവിന് തോന്നൽ വേണം. സാർ, ഈ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയും. അതുപോലത്തെ നോളജ് അല്ല ഇത് ഒന്നത്. പിന്നെ അതൊക്കെ ഇത്തരം വാക്യങ്ങളെല്ലാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറയുന്നതാണ്. അതിന് സാർവകാലികമായ പ്രസക്തിയില്ല. ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ നോളജ് ഇല്ലെന്നേ അർത്ഥമുള്ളൂ, നോളജ് ഉണ്ടെന്ന് അർത്ഥമില്ല. ഇപ്പം ചീട്ട് കണ്ടാൽ എനിക്കത് ചീട്ടാണ്, നോളജ് ഇല്ല എന്ന് വെച്ചാൽ അജ്ഞനാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അജ്ഞതയെ ഒന്ന് പൊതിഞ്ഞ് പറയുന്നതാണ് ഈ ലിറ്റിൽ നോളജ്. അല്ലാതെ ഇപ്പോൾ അത് ഈ തിരുനെറ്റിയിലായാൽ ചെറും കസ്തൂരി, രാജാവിൻ്റെ നെറ്റിക്ക് ചെളിയിരിക്കുകയാണെങ്കിൽ ആ കസ്തൂരി ഗന്ധത്തിനുണ്ട് വെച്ചതാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോഴാണ് അത് പറയുന്നത്, സദസ്സിൽ പറയില്ല. ചെളിയിരിപ്പുണ്ടായിരുന്നതൊന്ന് തുടയ്ക്കണം എന്ന് പറയും. കാരണം രാജാവിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവവും പ്രസ്താവിക്കാൻ പാടില്ല. രാജാവിന് നില ഏത് ഭരണാധിപനും ഭരണാധിപനെ പരസ്യമായി വിമർശിച്ചാൽ ഭരണകൂടം ദുർബലമാകും. അതുകൊണ്ടാണ് ഈ പാർട്ടി അംഗങ്ങൾ അഭിപ്രായങ്ങൾ പുറത്തു പറയാതെ പാർട്ടിയുടെ വേദിയിൽ പറയണം എന്ന് പറയുന്നത് തന്നെ സംഗതി. അതാണ് ഉൾപാർട്ടി ജനാധിപത്യം. ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഇല്ല എന്നാണ് അർത്ഥം. രാജാവ് നല്ല രാജാവാണെങ്കിൽ രാജാവിൻ്റെ രഹസ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം അതിന് ഉദാഹരണമാണ് രാമൻ. രാമൻ്റെ ജീവിതത്തിൽ രഹസ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് എന്തൊക്കെയാണുള്ളത്, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്.
ദോഷങ്ങളുണ്ടെങ്കിൽ ഏവയാണെന്ന് എല്ലാവർക്കും അറിയാം, ആരും അത് പറയാറില്ല. കാരണം ദോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദോഷം എടുത്തിട്ട് അത് ദോഷമാണെന്ന് പറയാൻ നോക്കില്ല. ആ ദോഷം, വ്യക്തിയുടെ ദോഷം ജനങ്ങളെ ഏശുന്നുണ്ടോ എന്നതാണ്. ഇപ്പോൾ ഡോക്ടർ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് രോഗികൾക്ക് പ്രശ്നമൊന്നുമില്ല. അത് അയാളുടെ കാര്യമാണ്, അയാളെ അകത്ത് വരുന്ന വലിച്ചത്തോളും, അത് വേറെ പ്രശ്നം. പക്ഷെ വേറൊരുത്തിനോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുമല്ലോ എന്നല്ല അതിൻ്റെ മറുപടി. അവൻ പുകവലിക്കരുതെന്ന് തന്നെയാണ് അതിൻ്റെ മറുപടിയും അതാണ്, അതനുസരിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അത്തരം ദോഷങ്ങൾ എടുത്തു പറയുന്നത് കൊണ്ട് ഗുണമില്ലെന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് രാജദോഷങ്ങൾ അങ്ങനെ എടുത്തു പറയരുത്, അത് പരിഹരിക്കാൻ വയ്യാത്തതല്ല. അത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധിപൻ്റെ വലിയ ഗുണങ്ങളിൽ മുങ്ങിപ്പോകാവുന്നതേ ഉള്ളൂ. നിമജ്ജതീന്തോ കിരണേഷ്വാങ്ക, ചന്ദ്രനിലെ കളങ്കം ആ ചന്ദ്രൻ്റെ പ്രഭയിൽ മങ്ങിപ്പോകുന്നത് പോലെ മങ്ങിപ്പോകാവുന്ന ചില ദോഷങ്ങൾ വ്യക്തി എന്നുള്ള നിലയിലും മനുഷ്യൻ എന്നുള്ള നിലയിലും ഭരണാധിപൻ ഉണ്ടാവാം. അതൊന്നും എടുത്ത് കൊട്ടിഘോഷിക്കേണ്ടതില്ല. ഒരു പ്രവൃത്തി ദാർശനിക ദൃഷ്ടിയിൽ ദോഷമാകുന്നത് ആ പ്രവൃത്തിയുടെ പിന്നിൽ രാജാവിന് കറുത്ത ഉദ്ദേശമുണ്ടെങ്കിൽ, ഹിഡൻ അജണ്ട ആ അതുണ്ടായെങ്കിൽ അത് വേണം. ഇപ്പോൾ ഒരു സമരം നടത്തുന്നു, സമരനായകൻ ആ സമരത്തിൻ്റെ ലക്ഷ്യം വിജയിപ്പിക്കണമെന്നല്ല, മന്ത്രിസഭയെ മറിച്ചിടണമെന്നാണ് ആഗ്രഹമെങ്കിൽ അപ്പോൾ ആ സമരത്തിൻ്റെ അർത്ഥം മുഴുവനും നേരെ വിപരീതമായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഉദ്ദേശത്തോട്, കറുത്ത ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ ഏത് സൽക്കർമ്മവും ദുഷ്കർമ്മമായി പോകും. രാമൻ അങ്ങനത്തെ ഉദ്ദേശമില്ല. പരമ്പരാഗതമായ രാജ്യം അദ്ദേഹത്തിന് വന്നു ചേരേണ്ടതാണ് നിയമം അനുസരിച്ച്. അത് അദ്ദേഹത്തിലേക്ക് വന്നു ചേരാൻ പോയപ്പോൾ അതിന് വേറൊരു അവകാശിയെ പിടിച്ച് മുന്നിൽ നിർത്തി. അതിനൊരു ന്യായവും ഉണ്ടായിരുന്നു. അച്ഛൻ വരം കൊടുത്തതാണ്, ശരി പിടിച്ചോ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോയി. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക, അല്ല തരാനൊക്കെ ഇല്ലെന്ന് പറയാം. അപ്പോൾ അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം കുട്ടികൃഷ്ണമാരാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പേടിയുണ്ടായിട്ടല്ല, സൈന്യത്തെയോ അച്ഛനെയോ ജനങ്ങളെയോ പേടിച്ചിട്ടല്ല. കാരണം അന്ന് പ്രയോഗത്തിലിരുന്ന എല്ലാ ദിവ്യായുധങ്ങളും വിശ്വാമിത്രൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തിരുന്നു, പ്രയോഗ സംഹാരങ്ങളോടുകൂടി. അത് നോക്കി കഴിഞ്ഞ് പിന്നെയും 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ യൗവരാജ്യാഭിഷേകം വരുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് ആ സ്വപ്നത്തിൽ പോലും വിചാരമില്ല. ആ വിചാരം കുട്ടികൃഷ്ണമാരാർക്കും കുട്ടികൃഷ്ണമാരാരുടെ രാമായണം വായിക്കാത്ത ആരാധകന്മാർക്കും മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കാർക്കും, വായിക്കുന്നവർക്കാർക്കും ഉണ്ടാകില്ലത്. അല്ലെങ്കിൽ പിന്നെ രാമായണം തന്നെ മുഴുത്ത അവതാരം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാം. രാമായണം വായിക്കുകയും അത് വിമർശിക്കുകയും അത് അംഗീകരിക്കുകയും അതിനൊരു പ്രസക്തി ഉണ്ട് എന്ന് പറയുകയും ചെയ്തിട്ട് മാരാർ പറഞ്ഞതാണ് അതിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒക്കില്ല. മാരാർ പറഞ്ഞത് പ്രമാണമല്ല. അദ്ദേഹം ഒന്നുകിൽ അതൊക്കെ കണ്ടിട്ട് കണ്ടില്ലെന്ന് വെച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. രാമായണം മുഴുവനായി അദ്ദേഹം വായിക്കാതെയാണ് വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പ്രബന്ധം എഴുതിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് ഒരു തരത്തിലും നമുക്ക് മാരാരോട് നമുക്കുള്ള ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുക്കാനൊന്നുമില്ല. അതിനകത്ത് അദ്ദേഹം വായിച്ചിട്ടില്ലെന്നുള്ളതാണ് വസ്തുതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി സംഗതികൾ രാമായണത്തിലെ വസ്തുതകളാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും രാമായണത്തിൽ അങ്ങനെ ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അധ്യാത്മരാമായണവും രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യുന്ന വ്യത്യാസങ്ങളുണ്ട്. കൺഫ്യൂഷൻ ഒന്നുമില്ലെന്നേ, ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് തത്വശാസ്ത്രത്തിന് കൺഫ്യൂഷൻ വരുന്നില്ല. ഇപ്പം ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചു, മൂക്കും ചെവിയും മുറിച്ചു. മൂക്കും ചെവിയും മുറിക്കുന്നത് അന്ന് കൊടുക്കുന്ന ഏറ്റവും ചെറിയൊരു ശിക്ഷയാണ്, ഓർമ്മിപ്പിക്കുന്നതാണ്. മുറിക്കുകയാണ്, അല്ലാണ്ട് വെട്ടി താഴ്ത്തിടുകയല്ല ഇത്. ഈ ഒരു പരിക്കുണ്ടാക്കുക. തെങ്ങേറ്റക്കാരൻ തെങ്ങിൻ്റെ മുകളിൽ കയറുന്നുണ്ട്, കൊലവെട്ടി താഴെ ഇടുന്നത് പോലെ മൂക്ക് അങ്ങനെ തന്നെ ചെതിച്ച് താഴെ ഇടുകയല്ല, അതുപോലെ ചെവിയും ഇത് വാളുകൊണ്ടുള്ള ഒറ്റ പണിയാണ്. അപ്പോൾ മൂക്കയിലും മുറിവ് പറ്റും, ചെവിയിലും മുറിവ് പറ്റും. സൈഡിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണത്.
അത് അവരെ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ വലിയ നീതിബോധം, കാരണം ഇത്രയേ ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് സ്ത്രീ ആയതുകൊണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചിലർ നെഞ്ചും കൂടി മുറിച്ച് താഴെ തൊട്ടു എന്ന് പറയുന്നു. ആ, അത് വാൽമീകിയുടെ അല്ല, അവരുടെ താല്പര്യം അനുസരിച്ച് അങ്ങനെ പറയുന്നേ ഉള്ളൂ. അതിൽ കഥയൊന്നുമില്ല. അത് ഈ നക്രതുണ്ടിയുടെയാണ്. നക്രതുണ്ടി ജയന്തനാണ് എന്നുള്ള കഥ. അതൊക്കെ കഥകളിലേക്ക് വരുമ്പോഴാണ് രംഗം കൊഴുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന, രംഗത്തെ അഭിനയത്തിന് വേണ്ടി ചെയ്യുന്ന സംഗതികളാണ്. രാമായണം ഒരു നരേറ്റീവ് വർക്കാണ്, ആഖ്യാനാത്മകമായ വലിയ കാവ്യമല്ലേ. അതുകൊണ്ട് കവിത എന്ന് പോലും പറയാനൊക്കില്ലല്ലോ അതിനെ. വലിയ കാവ്യമാണ്, ചരിത്ര കാവ്യമാണ്. അപ്പോൾ അതൊക്കെ വായിക്കാതെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുകയാണ്. രാമന് ഈ ശൂർപ്പണഖയെ ദണ്ഡിക്കാൻ രാമന് അധികാരമില്ല എന്നാണ് പറയുന്നത്. എന്താ അധികാരമില്ലാത്തത്? രാമൻ്റെ കയ്യിൽ നിന്ന് രാജ്യം പോയിട്ടില്ല, ഇയാൾ സ്വീകരിച്ചിട്ടുള്ള രാജ്യം. കൈകേയി ദശരഥനിൽ നിന്ന് പഴയ 2 വരങ്ങളെ അനുസ്മരിപ്പിച്ച് നേടിയ രാജ്യം ഭരതൻ സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അയോധ്യയിൽ പ്രവേശിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം രാമന്റെ പ്രതിനിധിയായിട്ടിരുന്നാണ് ഭരിക്കുന്നത്. അത് തന്നെ മറ്റേ ഇടത്ത് പോയിട്ടില്ലേ, ആശ്രമത്തിലല്ലേ താമസിക്കുന്നത്? നന്ദിഗ്രാമത്തിൽ. അയോധ്യയിൽ പ്രവേശിച്ചിട്ടില്ല, രാമനില്ലാത്ത അയോധ്യയിൽ. അല്ല, ഇവിടുത്തെ അധികാരത്തിന്റെ പ്രശ്നമല്ലോ. ഉപദ്രവിക്കാമെന്നവരെ അത് ശിക്ഷിക്കാമല്ലോ, അല്ലേ? ഉപദ്രവിക്കാമെന്ന ശൂർപ്പണഖയെ ശിക്ഷിക്കാമല്ലോ. അതാണ് ഈ ശിക്ഷിച്ചത്. ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പം അത് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പിന്നെ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയെ പിടിച്ചത് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് പരാതിയാണ് പിന്നെ കൊടുക്കേണ്ടത്. അത് ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ അന്നത്തെ മേയർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ രാമനോടൊപ്പം പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കണമെന്നാണ് ഇത് പറഞ്ഞു വരുമ്പോൾ വന്നു കൊടുക്കുന്ന അർത്ഥം. പുള്ളിയെ അത്രയും സാഹസത്തിനൊന്നും പോകാതെ പുള്ളിക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് പിന്നെ പുള്ളി പറഞ്ഞിട്ടുമല്ല, ലക്ഷണം കയറിയങ്ങ് വലസ്യം അതാണ് കണ്ടത്. അല്ല, അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. ഈ മുറിച്ച അവയവങ്ങളുടെ എണ്ണം കൂട്ടി പറയുക, ഇതൊക്കെയുള്ള വ്യത്യാസങ്ങൾ. പിന്നെ അഹല്യാസ്തുതിയിൽ കൂടുതൽ സ്തുതികൾ എഴുതി ചേർക്കുക, ഇതൊക്കെയാണ് അധ്യാത്മരാമായണത്തിൽ വരുന്ന വ്യത്യാസം. അത് ഭക്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് പട്ടാഭിഷേകം വരെ എഴുതി നിർത്തുകയും ചെയ്തു, അല്ലാതെ തുടർന്ന് എഴുതിയില്ല. ഭക്തന്മാർക്ക് അത്രയും മതി. വാൽമീകി തീർച്ചയായും രാമായണം രചിച്ചത് ഭക്തിയുടെ വർധനവിന് വേണ്ടിയല്ല, ഭക്തി വർദ്ധിപ്പിക്കാനല്ല അല്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. എന്നാൽ അധ്യാത്മരാമായണം ആണ് താനും രാമായണ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നിട്ട് പോലും അത് മഹനീയമായ ഒരു കൃതിയായി പരിണമിച്ചതുമില്ല. അത് പരാജയപ്പെട്ടു പോയ ഒരു കൃതിയാണ്. പിന്നെ എഴുത്തച്ഛൻ്റെ ഭാഷ കൊണ്ട് എഴുത്തച്ഛൻ്റെ ലക്ഷ്യം വേറെയുമാണ്. എഴുത്തച്ഛൻ ഈ രാമകഥ എടുത്തത് ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു കഥ എന്നുള്ള നിലയിലാണ്. എഴുത്തച്ഛൻ അതിന് ധാരാളം ചരിത്രപരമായ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സാഹിത്യത്തിലുള്ള ഉദ്ബോധനവും സാഹിത്യത്തിൻ്റെ സമുത്ഥാനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ മണിപ്രവാളത്തിൻ്റെ കടമ്പിടുത്തത്തിൽ നിന്ന് മലയാള സാഹിത്യത്തെയും മലയാള സംസ്കാരത്തെയും കേരള സംസ്കാരത്തെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വെറുതെ അദ്ദേഹം ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭക്തി വ്യാപിപ്പിക്കാനുമാണ് എഴുതിയതെന്നൊക്കെ ഉള്ളത് നമ്മുടെ സങ്കുചിതമായ ചില വീക്ഷണത്തിലൂടെ നാം തേടി എടുത്തിട്ടുള്ള പ്രമാണങ്ങളാണ്. അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ഒരു സാംസ്കാരികമായി അധപ്പതിച്ച് കിടന്നിരുന്ന ഒരു ജനതയെയും ഒരു രാഷ്ട്രത്തെയും അവിടുത്തെ ഭരണത്തെയും അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ ഭാഷയെയും സംയുക്തമായി ഉത്തേജിപ്പിച്ച് സമുദ്ധരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ ലക്ഷ്യം. പക്ഷെ അതിനുള്ള ഒരു വൈകാരിക അംശത്തിന് ഭക്തിയല്ലേ ഏറ്റവും ഉചിതമായിട്ടുള്ളതും ഏറ്റവും യോജിക്കുന്നതും. അന്ന് അങ്ങനെ ഒരു തരംഗം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ മുഴുവനായിരുന്നു. ആ തരംഗം ഉണ്ടായെന്ന് മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യമുള്ള രാമായണം തന്നെ എടുത്തു എന്ന് മാത്രമല്ല, രാമൻ്റെ കഥ പിന്നെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അതെ, പുതിയൊരു കഥ എടുക്കുകയാണെങ്കിൽ ആൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കഥയാകുമ്പോൾ അത് മുഴുവൻ വായിക്കണം. ഇത് സൂചിപ്പിച്ചു അങ്ങ് പോയാൽ മതി. പറഞ്ഞ അദ്ദേഹം ഒരു വ്യതിയാനം വരുത്തിയില്ല. ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അവതാരം ആണ്, ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയാണ് ജനിച്ചത് എന്ന് പറഞ്ഞില്ലേ? അത് രാമായണത്തിലുള്ളതാണ്, വാൽമീകി രാമായണത്തിലുള്ളതാണ്.
അത് പിന്നെ അത് പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളത്. വാൽമീകി രാമായണത്തിലുണ്ട്. വാൽമീകി രാമായണത്തിലും അവതാരമാണെന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ബാലകാണ്ഡത്തിൽ മാത്രമല്ല, സുന്ദരകാണ്ഡത്തിലും പറയുന്നുണ്ട്. അപ്പോഴാണ് സുന്ദരകാണ്ഡം വാൽമീകി എഴുതിയതല്ല, എന്നാൽ പിന്നെ വാൽമീകിയുടെ മകനായിക്കോട്ടെ, അങ്ങനെ ചെയ്യാമല്ലോ. അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു, മകൻ പിന്നീട് മന്ത്രിയായി, പിന്നെ മകനും മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ ഭക്തി വർദ്ധിപ്പിക്കാനാണ് കൂടുതലെന്ന് പറയാൻ കാര്യം, ഈ സ്തുതികളൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് ഈ രാമായണത്തിൽ പല സ്തുതികളും ഗംഭീരമാക്കിയിട്ടുണ്ട്. അതല്ല, ആ സ്തുതികളിലെ വാക്ക് നോക്കണം. സ്തുതികളുടെ വാക്ക് മുഴുവനും അദ്വൈതത്തെ അദ്വൈതം തന്നെ, അദ്വൈതം തന്നെ. സ്വഭക്തിയാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അല്ല, അതിന്റെ പിറകിലെ ഈ അദ്വൈത ദർശനത്തിന്റെ പരമമായ ജ്ഞാനത്തിന് അദ്ദേഹം ഇത് ഈ നമ്മൾ പപ്പടവട ഉണ്ടാക്കുന്ന പോലെയാണ്. അരിമാവിനകത്ത് മുക്കി വെളിച്ചെണ്ണ തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോഴാണ് പപ്പട വടയാകുന്നത്. അല്ലെങ്കിൽ വെറുതെ പപ്പടമായി പോകും. ആ ഒരു ഉറപ്പിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അകത്തിരിക്കുന്നത് പപ്പടം തന്നെയാണ്, അരിമാവിൽ മുക്കി എന്നുള്ളത്. അപ്പോൾ ഭക്തിയിൽ മുക്കിയിട്ട് അദ്വൈത ദർശനം പൊരിച്ച് ആളുകൾക്ക് കൊടുത്താൽ കണ്ടത്. അദ്വൈത ദർശനം കേവലമായ ജ്ഞാനമാണ്, നിഷേധിക്കാനാവാത്ത അനിഷേധ്യമായ. അല്ല, ഈ ഭക്തിയുടെ ഉള്ളിലൊരു അദ്വൈത ചിന്തയുണ്ടല്ലോ. ഭക്തിയുടെ ഉള്ളിൽ ദ്വൈതമാണ്, അദ്വൈതമല്ല. അല്ല, അടിസ്ഥാനപരമായി അതായത് ആരാധിക്കുന്നവനും ആരാധിക്കപ്പെടുന്നവനും ഉണ്ടെങ്കിലേ ഭക്തി വരുന്നുള്ളൂ. അല്ല, രണ്ടും ഒന്നാകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പൊ ആ അവസ്ഥയിൽ ഭക്തിയില്ല, ആ അവസ്ഥയിൽ ഭക്തി പോയി. അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഭജ് സേവായാം എന്നാണ്. ലോകസേവയ്ക്ക് വേണ്ടി, ലോകസേവനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. അല്ല, നമ്മളതിന് വേറെ ഡിവോഷൻ എന്നർത്ഥം കൽപ്പിച്ചിട്ടാണ് ഈ കാടുകയറി പോകുന്നത്. ഭജസേവായാം. സാർ, ഈ ദ്വൈതം കൊണ്ടെത്തിക്കുന്നത്, ഈ ദ്വൈതം ഭക്തിയിലൂടെ ദ്വൈതം കൊണ്ടെത്തിക്കുന്നത് അദ്വൈതത്തിലേക്കല്ലേ? അല്ല, ഒന്നായിട്ട് തോന്നില്ലേ? ഭഗവാനും ഞാനും ഒന്നായിട്ട് തോന്നിയാൽ പിന്നെ ഭക്തിയില്ലല്ലോ. ഭക്തി വേണ്ട, പക്ഷെ ലക്ഷ്യം ഏതാണ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാനൊക്കെ ഇല്ലല്ലോ. ഇത് അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മധ്വൻ ദ്വൈതവാദിയാണ്, അതാണ് പരമായ സത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ദ്വൈതത്തിൻ്റെ രീതി, അത് മധ്വൻ്റെ രീതിയാണ്. അപ്പോൾ ഈശ്വരനുമുണ്ട്, ഈശ്വരനോട് ഭക്തിയുള്ള വേറൊരു സൃഷ്ടി, ഈശ്വരൻ സൃഷ്ടിച്ച ഈശ്വരഭക്തനായ വ്യക്തിയുമുണ്ട്. ആരാധനയുമുണ്ട്, ആരാധ്യനുണ്ട്, ആരാധകനുണ്ട്. ഇങ്ങനെ ത്രയമാണ്, മൂന്നെണ്ണം വരും. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിലേ പൂർണ്ണമായ ഭക്തിയാവൂ. അതാണ് ആത്യന്തികമായ സത്യം എന്നാണ് അദ്വൈതവാദികൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാഖ്യൻ അല്ലെങ്കിൽ കപില ദർശനം ദ്വൈത ദർശനമാണ്. അത് ദ്വൈത ദർശനമായതുകൊണ്ട് അത് ആത്യന്തികമായ സത്യത്തെ സംബോധന ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അത് ദർശനമേ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ശങ്കരൻ. ശങ്കരനോട് യോജിക്കാത്ത ആളുണ്ട്, വളരെ അപൂർവം ആളുകളെ അങ്ങനെ യോജിക്കാത്തവരുള്ളൂ. ഈ പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് പഠിച്ചവർ പറയുന്നത് ശങ്കരൻ പറയുന്നതാണ് ശരി എന്നാണ്. അതും കൂടി നോക്കണമല്ലോ. ആധുനിക ചിന്തകന്മാർ മുഴുവൻ പറയുന്നത് ശങ്കരൻ പറയുന്നതാണ് ശരി. ഭക്തിയിൽ തന്നെ നിന്നാൽ പല ഭക്തന്മാരും ചുവളവരല്ല. അതാണ്, പല വലിയ ഭക്തന്മാരും കള്ളപ്പണം കയ്യിലുള്ളവരും. ഇപ്പം പിന്നെ 1000-500 പോയതുകൊണ്ട് അത് കയ്യിലില്ല, കുഴിച്ചു മൂടി കളഞ്ഞായിരിക്കും, പോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇത് കത്തിച്ച് കളഞ്ഞായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ഭക്തിയിൽ നിൽക്കുമ്പോൾ അത് ദ്വൈതമായി. പതഞ്ജലിയും ദ്വൈതമാണ്. പതഞ്ജലി എടുത്തിരിക്കുന്ന തത്വശാസ്ത്രമാരുടേതാണ്? സാഖ്യത്തിന്റെ തത്വശാസ്ത്രമാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാഖ്യത്തിന്റെ തത്വശാസ്ത്രം ആയതുകൊണ്ട് പതഞ്ജലിയും ദ്വൈതമാണ്. അതിൻ്റെ അനുഷ്ഠാന മാർഗങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സാഖ്യദർശനത്തിനും പാതഞ്ജല ദർശനത്തിനും അല്ലെങ്കിൽ യോഗ ദർശനത്തിനും. അപ്പം ഇത് രണ്ടും ദ്വൈതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത് ആദ്യകാലത്ത് സേശ്വരമോ നിരീശ്വരമോ എന്ന് തിരിച്ചറിഞ്ഞൂടാത്ത വിധത്തിലാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നീട് അത് നിരീശ്വരമായി, പിന്നീട് അത് വീണ്ടും സേശ്വരമായി. അപ്പോൾ സേശ്വര സാഖ്യവും നിരീശ്വര സാഖ്യവും ഉണ്ട്, സേശ്വര യോഗവും നിരീശ്വര യോഗവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സങ്കീർണമായ ചിന്താ പ്രക്രിയകൾ കൊണ്ട് ജടിലമായി കിടക്കുന്നതാണ്. ആ ആളുകൾ സാധാരണഗതിയിൽ ഇതൊന്നും
മൊത്തത്തിൽ മനസ്സിലാക്കാതെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശമായ ഊഹം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്ത് തോന്നിയ തരത്തിലുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ തോന്നിയ തരത്തിലുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരാവുന്നതല്ല ഇതൊന്നും എന്നാണ് നമുക്ക് ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിക്കും പഠിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഏത് തീരുമാനത്തിൽ എത്തിച്ചേരാമല്ലോ. അല്ല, കുട്ടികൾക്കും ഈ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ ആരാധന, ക്ഷേത്രം, കഥ, പുരാണ കഥ, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയാണ്. പക്ഷെ എന്നും നമ്മൾ കുട്ടികളായിട്ടിരിക്കരുത്. അതെ, പക്ഷേ നമ്മൾ എന്നും കുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. അതാ ആ കുട്ടിക്കാലത്തുള്ള കൊതിയൊക്കെ ഇപ്പോഴും ദ്വൈതം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് അതിലേക്ക് എത്തിക്കാനാണെന്നാണ് പറയുന്നത്. അതിലേക്ക് എത്തില്ല. ഇപ്പൊ ഹിംസ അനുഷ്ഠിച്ച് അഹിംസയിലേക്ക് എത്താനൊക്കെ എന്ന് പറയുന്നത് പോലെയാണ്. അത് ഹിംസയിൽ തന്നെ നിൽക്കും.